ഹായ്, എല്ലാവർക്കും ഫുഡ് ഫെറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും ലഭിക്കുള്ളൂ. ഞാനിതിന് മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണണം. ഇവിടെ ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെഷർമെൻറ്റ് വളരെ കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. പാത്രം വളരെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കപ്പാണ് അത് മെഷർ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലുള്ള സ്പൂണുകളും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഇതിന് വില വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള മെഷർമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അപ്പോൾ ഞാൻ ഈ മുട്ട ഇവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട നമ്മൾ എടുക്കുമ്പോൾ തണുപ്പുള്ള മുട്ട നമ്മൾ ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് മുന്നേ തന്നെ നമ്മളത് മാറ്റി പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഈ മുട്ട നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചു വെച്ചതാണ് ഇപ്പോൾ ചേർക്കേണ്ടത്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പാണിത്. അപ്പോൾ ഇതേ കപ്പിലാണ് ഞാൻ മൈദ എടുക്കുന്നത്, ഇതേ അളവിൽ. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി പതഞ്ഞ് വരുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ഇട്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ട നന്നായി പതഞ്ഞ് വരുന്ന വരെ മിക്സ് ചെയ്യണം നമ്മൾ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഓയിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇത് മുട്ട നന്നായി മിക്സ് ചെയ്ത് വരില്ല. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇതേ അളവ് തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഇങ്ങനെ അരിച്ചെടുക്കണം. ഒരു 2-3 തവണ ഇങ്ങനെ അരിച്ചെടുക്കണം. എന്നാൽ ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുന്നതിനും നമ്മുടെ കേക്ക് നന്നായി സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൈദ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ടയിലേക്ക് നമ്മുടെ മൈദ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഓവർ മിക്സിങ് പാടില്ല. ഓവർ മിക്സിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായിട്ട് പോകും. അപ്പോൾ ഓവർ മിക്സിങ് ഇല്ലാതെ ചെയ്യണം ഇത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അതേ റെസിപ്പി തന്നെയാണ്. കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ അതിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് താഴെ ഭാഗത്തും സൈഡിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുന്ന നിർബന്ധമൊന്നുമില്ല. നേരിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ഒന്ന് ഹീറ്റായതിന് ശേഷം അതിലേക്ക് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത്. അതൊന്ന് ഹീറ്റായതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ബേക്കിംഗ് ട്രേ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഹീറ്റായതിന് ശേഷമാണ് ഇതിലേക്ക് വെക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വിസിൽ ആദ്യം തന്നെ മാറ്റി വെക്കണം. എന്നിട്ട് ഒരു 25 മിനിറ്റ് ഏകദേശം ഇതിന് ബേക്കിംഗ് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ബാറ്ററിൻ്റെ അളവിനനുസരിച്ച് അത് വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ അത് 25 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഇറക്കി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റുന്നുണ്ട്. ഇതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈഡ് ഭാഗം എന്തായാലും കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഞാൻ പഞ്ചസാര സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതാണത്. അതിന് ശേഷം തണുപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇതിനെ 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് തിക്ക് കുറവാണ്, തിക്നെസ്. അതുകൊണ്ട് 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കേക്ക് തെന്നി പോവാതിരിക്കാനാണ്. അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചാൽ ഈ പഞ്ചസാര സിറപ്പൊക്കെ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പഞ്ചസാര സിറപ്പ് ഒന്ന് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിന് നല്ല മധുരം കിട്ടുകയും ചെയ്യും, നല്ലൊരു ടെക്സ്ചറും കിട്ടും. ഇപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയുടെ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണിത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതിലേക്ക് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ബാറാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അടുത്ത പീസും കൂടെ വെക്കുക. ഇതിൻ്റെ മുകളിൽ ഇത് വീണ്ടും പഞ്ചസാര സിറപ്പ് അപ്ലൈ ചെയ്യണം. പഞ്ചസാര സിറപ്പൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. നന്നായി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാനൊരു ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു പൂവ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ ക്രംസാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിലും കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയും കൂടെ വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഇതിൻ്റെ സെൻറ്ററിലെ പോർഷനിൽ നമ്മുടെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടെ ഒന്ന് വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിഭാഗത്ത് കൂടി ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇതുപോലെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റും ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കാണണം. താങ്ക് യു.